കുട്ടികളോടൊക്കെ പറഞ്ഞു, ഉമ്മ എനിക്ക് എന്ന് പറഞ്ഞിട്ട് വയറ്റിന്ന് പോണ സാധനം പച്ചയിൽ മക്കൾ പറയുമ്പോഴേ, മോനെ ഉമ്മ എനിക്ക് ടോയ്ലറ്റ് പോകണം, എനിക്ക് ഹമ്മാമ് പോകണം എന്ന് പറയും മോനെ എന്ന് പറയണം. അവർ ആ ചെയ്യാവുന്ന കാര്യം പച്ച മലയാളത്തിൽ പറയുന്നുണ്ടാവും. അപ്പം മക്കൾക്ക് തിരുത്തി കൊടുക്കണം, മോനെ ടോയ്ലറ്റ് പോവുകയാണെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ ഭാഷ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ആ സ്ഥലത്ത് പോവുകയെന്നേ പറയാവൂ. 1 പോവുക 2 പോവുക അങ്ങനെ പറയാറുണ്ട്. സ്കൂളിലൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ടോയ്ലറ്റ് പോവാണ്ടോ ഇങ്ങനെ കാണിക്കണം, എങ്ങനെ കാണിച്ച ടീ എന്നാണിത്, ടീ മീൻസ് ടോയ്ലറ്റ്. അപ്പോൾ കുട്ടികൾ അങ്ങനെ സമ്മതം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്, നമ്മുടെ നാട്ടിലൊന്നും നടന്നോളുന്നില്ല. പക്ഷേ അതൊരു ബൈപ്പാസിങ് ആണ്. പച്ചയായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പറയരുത്. ഓരോ ഭാഷയിലും അതിന് വാക്കുകളുണ്ട്. യുവല്ലൂനൽ അദ്ബാർ, മനുഷ്യന്റെ ബാക്ക് ഭാഗത്തിനാണ് അറബിയിൽ ഇസ്ത് എന്ന് പറയുന്നത്. ഇസ്ത് എന്ന് പറയുന്ന വാക്കൊരു മോശപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് ഖുർആനിൽ എവിടെയും ഇസ്ത് എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ദുബുർ എന്ന് പറഞ്ഞു, പിൻവശം എന്ന അതിനർത്ഥം. ദുബുറ കുല്ലി സ്വലാ, നിസ്കാരത്തിന്റെ പിറകിൽ ദുആ ദുആക്ക് ഉത്തരണ്ട്. അപ്പൊ അതിന് തഅ്വീൽ ചെയ്യും, അത്തഹിയാത്തിന്റെ അവസാനത്തിലാണ്, അല്ല സലാം വീടിന്റെ ശേഷമാണ്. ഓക്കെ, ദുബുറ കുല്ലി സ്വലാ. അദ്ബാർ ദുബുർ എന്ന് പറയുന്നത് പിറകു വശം എന്നതിനർത്ഥമുള്ളൂ, ബഹൈൻഡ്, ബാക്കിൽ എന്നതിനർത്ഥമുള്ളൂ. ഒരു മനുഷ്യന്റെ ഒരു പ്രത്യേക ശരീരഭാഗത്തെ സൂചിപ്പിക്കുന്നിടത്ത് പോലും ഖുർആൻ ആ വാക്കുപയോഗിച്ചില്ല.